ഞങ്ങളുടെ ഈദിന്റെ ഒന്നാം ദിനം ഇവിടെ ആരംഭിക്കുന്നു. തലേന്ന് രാത്രി തന്നെ ഈത്തപ്പഴ അപ്പം, പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. കാരണം ഈദ് നിസ്കാരത്തിന് അതിരാവിലെ പോകുന്നതിന്റെ മുൻപായി കുറച്ച് ഇത്തരം അപ്പങ്ങൾ കഴിക്കുന്നത് പണ്ട് മുതലേ എനിക്കിഷ്ടമാണ്. ഈദ് നമസ്കാരം രാവിലെ 6:20 ദുബായ് ഈദ്ഗാഹിലാണ് എന്റെ ഇന്നത്തെ നിസ്കാരം. പോകുന്ന വഴിയിൽ കുറച്ചു പേരൊക്കെ പെരുന്നാൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈദ്ഗാഹിന്റെ സൈഡിലെത്തിക്കുകയാണ്. ഈദ്ഗാഹ് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങാ സൈഡിലാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകാന്ന് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈദ്ഗാഹിന്റെ എൻട്രൻസ്. ഇത്തവണ ആദ്യമായാണ് UAE-യിൽ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ കുത്തുബകളുള്ള പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. അതും UAE ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി. ഞാൻ ദുബായ് കിസേസിലുള്ള മലയാളത്തിൽ ഖുതുബ നടത്തുന്ന ഈദ്ഗാഹിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈദ്ഗാഹ് നടക്കുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. അവിടത്തേക്ക് നമ്മൾ എത്തുകയാണ്. 6 മണിയാകുമ്പോൾ തന്നെ എത്തിയതിനാൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 4-5 നിരയിൽ തന്നെ എനിക്ക് ഇരിക്കുവാനായി. പിന്നെ ഓരോ മിനിറ്റിലും നിരവധി പേരാണ് വന്നുകൊണ്ടിരുന്നത്. സ്ത്രീകൾക്കും പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫുട്ബോൾ മൈതാനം നിറയുന്നത്രയും ആൾക്കാർ ആയിരിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയും ദുബായ് പബ്ലിക് പ്രോസിക്യൂഷനിലെ ട്രാൻസ്ലേറ്ററുമായ ഹുസൈൻ കക്കാട് ആണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 15 മിനിറ്റോളം വൈകിയാണ് നിസ്കാരം തുടങ്ങിയത്. അപ്പോഴേക്കും കിസേസിലെ ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു ജനസാഗരമായി മാറിക്കഴിഞ്ഞിരുന്നു. നിസ്കാരാനന്തരം ശ്രീ ഹുസൈൻ കക്കാടിന്റെ ഖുതുബയും യുവാക്കളിൽ പടരുന്ന മയക്കുമരുന്ന്, കഞ്ചാവ് എന്നിവയെ ആസ്പദമാക്കി ഗംഭീരമായ ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു. സിയാം എന്ന പരിച എന്ന ആയുധം അതുപയോഗിച്ചിട്ട് നമ്മൾ ആത്മീയമായ അടിസ്ഥാനപരമായ ധർമ്മനിഷ്ഠയുള്ള തഖ്വയുടെ ജീവിതം നയിക്കാനും മറ്റുള്ളവർക്ക് അത് മാതൃകയായി പകർന്നു കൊടുക്കാനും സാധിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് നിങ്ങൾ അറിയണം. അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിനക്ക് അറിവിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. 7 മണിയോടുകൂടി പ്രസംഗത്തിന് വിരാമമായി. പിന്നെ എല്ലാവരും തങ്ങളുടെ സ്ഥലത്തിൽ നിന്നും എഴുന്നേറ്റ് പരസ്പരം ഈദ് ആശംസകൾ കൈമാറുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തു. ചിലർ തങ്ങളുടെ ഉറ്റവരുമൊത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തൊക്കെ ഫോട്ടോസ് എടുക്കുന്നുമുണ്ടായിരുന്നു. ഇനി എല്ലാവരും പുറത്തേക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലയിലുള്ള അനേകം പേർ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു ഒരുമിച്ച് ഒരിടത്ത്, അതും മലയാളികൾ മാത്രമായി. ഇതിനു അവസരം ഒരുക്കിയ UAE ഗവൺമെന്റിനും അത് വളരെ വിജയകരമാക്കി പൂർത്തിയാക്കുവാൻ മുൻപോട്ട് വന്ന ഇസ്ലാഹി സെന്ററിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈദ് നമസ്കാരം കഴിഞ്ഞ് റൂമിലെത്തി. ഈദിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 അപ്പങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാലോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെമീലാന്റെ നല്ലൊരു സ്പെഷ്യൽ ചായയും എന്താന്ന് പറയാൻ പറ്റുമോ? അത് ഈത്തപ്പഴം അപ്പം, പഴംപൊരി. ഇത് രണ്ടുമില്ലാതെ എന്ത് ഈദ് ആഘോഷം? ഞാൻ എത്തുമ്പോഴേക്കും ഷെമീലയും താത്തയും കൂടി ഉച്ചക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം റെഡിയായിട്ട് വേണം ഫോട്ടോഷൂട്ട്. പിന്നെ താജുവിന്റെ ഫ്ലാറ്റിലേക്കും പോകാനുണ്ട്. ഈദിന്റെ ഒരുക്കത്തിലാണ് ഫിൽസ. കഴിഞ്ഞോ? ഒരുങ്ങി കഴിഞ്ഞോ? വാവ്, ഇഷ്ടായോ? ഇഷ്ടമില്ല അങ്ങനത്തെ വേള? നമസ്കാരം, ഞാൻ ഇന്ത്യ. ഹലോ, ഈദ് മുബാറക്. കഴിഞ്ഞോ? മേക്കപ്പ് എല്ലാം കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നു ഷൂസ് ഇടണം. ഓക്കെ, ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ താഴെ കുറച്ച് ഫോട്ടോ ഷൂട്ടിംഗ് നടന്നു കൊടുക്കാണ്.
ബാബനെ കഷ്ടപ്പാട് വീഡിയോ ചെയ്തു. നമ്മുടെ ഫോട്ടോഷൂട്ട് തുടരുകയാണ് ഗായ്സ്. ഹലോ. ഹായ്, how are you, Adam? അപ്പൊ ഞങ്ങള് ഈദുൽ ഫിത്തറിന്റെ ഫുഡ് കഴിക്കാണ്. വളരെ നേരത്തെ ഇപ്പൊ സമയം എത്രയായി അറിയോ? 1 ആയി. സാധാരണ എല്ലാരും ചെയ്ത് നോക്കുന്ന പേരുന്ന ഫുഡ് നേരത്തെ കഴിക്കും. പിസ്സൊക്കെ രാവിലെ തുടങ്ങി കഴിച്ചിട്ട്. നമ്മുടെ ഈദിന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എല്ലാ ഈദിനും ഞങ്ങൾ പിന്നെ നേരെ ഭക്ഷണം കഴിച്ചു 2-2:30 മണിയാകുമ്പോഴേക്കും ഞങ്ങള് ഷെമീലാന്റെ ബ്രദർ താജുവിന്റെ അവിടത്തേക്ക് പോകും. പിന്നെ അവരെ കൂടെയാണ് ബാക്കിയുള്ള ഉച്ചക്കത്തെ ബിരിയാണിയുടെ ഹാങ് ഓവറില് എല്ലാവർക്കും ഉറങ്ങി. ഷെമീലാവ് നല്ല ഉറക്കം. ആദ്യം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ആദമേ ഉറങ്ങാണോ? കാറിൽ കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂ, 2 ഉറങ്ങി. താജുവിന്റെ ഏരിയ എത്തി. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് താജു താമസിക്കുന്നത്. നമ്മള് താജുവിന്റെ ഫ്ലാറ്റിന്റെ ഏരിയ എത്തി. നമ്മളെ വെൽക്കം ചെയ്യാൻ വന്നായിരുന്നു. നോക്കിയേ, ഇന്നത്തെ പെരുന്നാൾ സീത കൊണ്ടുപോയി. പോലെ ഇന്നത്തെ പെരുന്നാൾ സീത കൊണ്ടുപോയി. ഇതാന്റെ മൈലാഞ്ചി കൊണ്ടിരുന്നു. സൂപ്പർ ഉണ്ടല്ലോ. തുറക്ക സീസേ. This is Tajuddin Karat. എന്നെ വിളിക്കുന്നേങ്ങോ? ഓർങ്ങുന്നുണ്ടായതോളൂ. ഹലോ സഹബ, ഈദ് മുബാറക്. സഹബാനെ കിട്ടിയിട്ടാ? ഇതാണ് നമ്മുടെ സഹുവ ബേബി. ആദം ആദമിനെ എപ്പോഴും ചോദിക്കുന്നു. ഇതെന്താന്നറിയോ? എന്തെങ്കിലും നോക്കുന്നത് നീ? ഈദ് മുബാറക്. ഈദ് മുബാറക് പറഞ്ഞേ. കാസർഗോഡ് ഒപ്പല്ലേ? ഞാൻ ഉണ്ടെടുക്കാം. പെരുന്നാളിന് അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്യാറില്ല. കുറച്ച് ഗസ്റ്റുകളൊക്കെ വരും. ഇനി പെരുന്നാൾ ദിനത്തിലെ അവസാന ചടങ്ങ് താജു ആൻഡ് ഫാമിലി തിരിച്ച് എന്റെ ഫ്ലാറ്റ് സന്ദർശനം. ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഈദ് ഡേ 2 പ്ലാൻ ഡിസ്കസ് ചെയ്തു. പ്രധാനമായും 2 സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് ആഫ്രിക്കയുടെ പുറത്തുള്ള ഏറ്റവും വലിയ ആഫ്രിക്കൻ സഫാരി പാർക്ക്, പിന്നെ ഷാർജ മജാസിലെ ഒരു ബോട്ട് യാത്ര. അതിന്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.